ബീഹാറിലെ സമസ്തിപൂരിൽ റോഡരികിൽ വിവിപാറ്റ് സ്ലിപ്പുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് വിവാദമായി. സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ നടപടിയെടുക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. മോക്ക് സ്ലിപ്പുകളാണ് കണ്ടെത്തിയത്. പോപ്പുലർ ഫ്രണ്ടിന്റെയും SDP-യുടെയും 70 കോടിക്കടുപ്പിച്ച് സ്വത്തുവകകൾ ED കണ്ടുകെട്ടി. മലപ്പുറത്തെ ഗ്രീൻ വാലി അക്കാദമിയും ഇതിൽ ഉൾപ്പെടും. ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു എന്നാണ് കേസ്. ഇതുവരെ ആകെ 129 കോടി രൂപയുടെ സ്വത്ത് പിടിച്ചെടുത്തിട്ടുണ്ട്. സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ എറണാകുളം സ്വദേശി മനുവിനെതിരെ എടുത്തിരുന്ന കേസ് ഹൈക്കോടതി റദ്ദാക്കി. സർക്കാരിനെ വിമർശിച്ചാലും അഭിപ്രായ സ്വാതന്ത്ര്യം തടയാനാവില്ല എന്ന് ജസ്റ്റിസ് VG അരുണിന്റെ ഉത്തരവ് സോഷ്യൽ മീഡിയയ്ക്ക് ഉണർവേകി. നായ്ക്കളെ ഇനി തെരുവിൽ കാണരുതെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം നടപ്പിലാകാനിരിക്കെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും തെരുവ് നായ്ക്കൾ ഭീഷണി ഉയർത്തി അലയുന്നുവെന്ന് റിപ്പോർട്ടുകൾ. തിരുവനന്തപുരത്ത് നേമവും കല്ലിയൂരും വർദ്ധിച്ച തെരുവ് നായ് പേടിയിലാണെന്നാണ് വാർത്തകൾ. കോവളത്ത് ഇന്നലെ വിദേശ വനിതയ്ക്ക് തെരുവ് നായയുടെ കടിയേറ്റു. ഇന്നലെ വൈകിട്ട് റഷ്യക്കാരി 32 വയസ്സുള്ള പൗളിനെയാണ് തെരുവ് നായ കടിച്ചത്. അട്ടപ്പാടി ഉന്നതിയിൽ ഇന്നലെ വൈകുന്നേരം പൂർത്തിയാകാത്ത വീടിന്റെ ചുമരിടിഞ്ഞു വീണ് 2 കുഞ്ഞുങ്ങൾ മരിച്ചു. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു കിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. പ്രശസ്ത യൂട്യൂബർ ഷാജൻ സ്കറിയയെ കോടതി ശാസിച്ചു. വീഡിയോകളിൽ സ്ത്രീവിരുദ്ധത പാടില്ല എന്ന് കോടതി നിർദ്ദേശിച്ചു. 3ാം വന്ദേ ഭാരത് ട്രെയിൻ ഓടിത്തുടങ്ങി. ബംഗളൂരു എറണാകുളം റൂട്ടിലാണ് പുതിയ വന്ദേ ഭാരത് അനുവദിച്ചിരിക്കുന്നത്. ട്രെയിൻ പ്രധാനമന്ത്രി ഇന്നലെ ഫ്ലാഗ് ഓഫ് ചെയ്തു. എന്നാൽ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടനത്തിൽ വിദ്യാർത്ഥികൾ ഗണഗീതം പാടിയതിനെ മുഖ്യമന്ത്രി പ്രസ്താവനയിൽ വിമർശിച്ചു. ഹൃദ്രോഗത്തിന് ചികിത്സയ്ക്കെത്തി മരിച്ച വേണുവിനെ തറയിൽ കിടത്തിയത് വിവാദമായി. നാടാകെ മെഡിക്കൽ കോളേജുകൾ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ലെന്നും പ്രാകൃതമായ ചികിത്സാ നിലവാരം മാറ്റണമെന്നും തിരുവനന്തപുരത്ത് മെഡിക്കൽ സർവീസ് സെന്റർ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ അഭിപ്രായപ്പെട്ടു. ട്രെയിൻ യാത്രയ്ക്കിടെ യാത്രക്കാരന്റെ ദേഹത്തേക്ക് തിളച്ച വെള്ളമൊഴിച്ച പാൻട്രി കാർ ജീവനക്കാരനായ UP സ്വദേശി രാഘവേന്ദ്ര സിംഗിനെ ഷൊർണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തേക്ക് വരുന്ന നേത്രാവതി എക്സ്പ്രസിലെ യാത്രക്കാരൻ അഭിഷേകിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യ മഹോത്സവം ഈ വരുന്ന 10, 11, 12 തീയതികളിലായിരിക്കുമെന്ന് ക്ഷേത്ര ട്രസ്റ്റ് അറിയിച്ചു. മണ്ണാറശാലയിലെ അമ്മ ദിവ്യശ്രീ സാവിത്രി അന്തർജനത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാവും ചടങ്ങുകൾ. രാജ്യത്ത് ആദ്യമായി എന്ന് കൊട്ടിഘോഷിച്ചു തുടങ്ങിയ സംസ്ഥാന വയോജന കമ്മീഷൻ പേര് പോലെ തന്നെ ഓഫീസോ ജീവനക്കാരോ ഇല്ലാതെ പേരിൽ മാത്രം ഒതുങ്ങുന്നു. മുൻ രാജ്യസഭാ MP CPM നേതാവ് സോമപ്രസാദ്, EMSന്റെ മകൾ EM രാധ, അമരവള രാമകൃഷ്ണൻ, KNK നമ്പൂതിരി, പ്രൊഫസർ ലോപ്പസ് മാത്യു എന്നിവർ അംഗങ്ങളായ കമ്മീഷൻ ഈ സെപ്റ്റംബർ 3-നാണ് ചുമതലയേറ്റത്. തിരുവനന്തപുരത്ത് കാപ്പ കേസിലെ പ്രതിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കത്തിൽ CPM-നകത്തു തന്നെ വലിയ പ്രതിഷേധമുയർന്നു. വട്ടിയൂർക്കാവ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സ്ഥാനാർത്ഥി നിർണയ യോഗത്തിൽ രൂക്ഷമായ തർക്കമുണ്ടായെന്ന് റിപ്പോർട്ട്. തർക്കത്തെ തുടർന്ന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കൽ മാറ്റിവച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 13 പവൻ കാണാതായ കേസിൽ 6 പേർക്ക് നുണപരിശോധന വിധിച്ച് തിരുവനന്തപുരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് 2ാം കോടതി ഉത്തരവിട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം തുടരുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരെ മന്ത്രി വീണ ജോർജ് ചർച്ചയ്ക്ക് വിളിച്ചു. നാളെ വൈകിട്ട് 3-ന് മന്ത്രിയുടെ ചേംബറിൽ ചർച്ച നടക്കുമെന്ന് KGM-CTA ഭാരവാഹികൾ അറിയിച്ചു. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം.
നമസ്കാരം.